നമസ്കാരം, എല്ലാവർക്കും അക്ഷരമുറ്റം ക്യൂസിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇനി സ്കൂൾ ഓണാവധി കഴിഞ്ഞ് സ്കൂളെല്ലാം തുറന്നു വരുമ്പോൾ ആദ്യം നടക്കുന്ന ഒരു ക്യൂസ് കോമ്പറ്റീഷനാണ് അക്ഷരമുറ്റം ക്യൂസ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കത് പഠിച്ചു തുടങ്ങാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യൂ. അപ്പോൾ നമുക്ക് ഇനി അക്ഷരമുറ്റം ക്യൂസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ലോട്ടസ് ടെമ്പിൾ ഡൽഹിയിലാണ്, എന്നാൽ ലോട്ടസ് മഹൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഹംപി. കർണാടകയിലെ ഹംപിയിലാണ് ലോട്ടസ് മഹൽ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ വിജയനഗരത്തിൻ്റെ തലസ്ഥാനമാണ് ഹംപി. അതുപോലെ ലോട്ടസ് മഹൽ നിർമ്മിച്ചത് കൃഷ്ണദേവരായരാണ്. വിജയനഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു രാജാവായിരുന്നു കൃഷ്ണദേവരായർ. അദ്ദേഹമാണ് ലോട്ടസ് മഹൽ ഹംപിയിൽ സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. ISROയുടെ 100ാമത്തെ ദൗത്യം 2025 ജനുവരി 29 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. ഏതാണ് ഉപഗ്രഹം? അപ്പോൾ ഏതാണ് ഉത്തരം? NVS-02. NVS-02 ISROയുടെ 100ാമത്തെ ദൗത്യമാണ് ഏത്? NVS-02. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പസഫിക് സമുദ്രത്തിന് പേര് നൽകിയത് ആര്? പസഫിക് സമുദ്രത്തിന് പേര് നൽകിയത് ആര്? ഉത്തരം മെഗലൻ. അതായത് പോർച്ചുഗീസ് സഞ്ചാരിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഫെർഡിനൻഡ് മെഗലൻ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയാലോ? അടുത്ത ചോദ്യം നോക്കാം. എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചർ. ഇത് ആരുടെ വാക്കുകളാണ്? എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചർ. ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി നമുക്ക് അടുത്ത ചോദ്യം കൂടി നോക്കാം. അടുത്ത ചോദ്യം, നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പൂനെ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ പൂനെ. അടുത്ത ചോദ്യം നോക്കിയാലോ? സിന്നബാർ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഉത്തരം മെർക്കുറി. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ ചോദ്യങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.